ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ 3 ഇക്വേഷൻ 5 ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ 3 ഈസ് m1 ഇൻറ്റു u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. ദിസ് ഇസ് ഇക്വേഷൻ 3. ആൻഡ് ഇക്വേഷൻ 5 ഇസ് u1 മൈനസ് u2 ഇസ് ഈക്വൽ ടു v2 മൈനസ് v1. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ 5 ആയിട്ടുള്ളത്. ഇക്വേഷൻ 5 നിന്നും v2 ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം. എന്ത് ചെയ്താൽ മതി? ഈ ടേമിനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അതായത് v2 ഇസ് ഈക്വൽ ടു u1 മൈനസ് u2 പ്ലസ് v1 അല്ലേ? u1 മൈനസ് u2 പ്ലസ് v1. ഇതാണ് ഇക്വേഷൻ 5 നിന്നും നമുക്ക് v2 എന്നുള്ളത് കിട്ടുന്നത്. ഈ v2 എന്നുള്ളതിനെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമുക്കൊരു v2 കാണാം അല്ലേ? ഇതാണ് v2 എന്നുള്ളത്. ആ v2 എന്നുള്ളിടത്ത് u1 മൈനസ് u2 പ്ലസ് v1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇക്വേഷൻ 3ൽ v2 ഉണ്ടാവില്ല, v1 മാത്രമേ ഉള്ളൂ. ആക്ച്വലി നിങ്ങൾ നോക്കൂ, ഇക്വേഷൻ 3ൽ v1 എന്ന് പറയുന്ന ഒരു അൺനോൺ ഉണ്ട്, v2 എന്ന് പറയുന്ന അൺനോൺ ഉണ്ട്. ഇത് രണ്ടും അൺനോൺസുകളാണ്, നമുക്കറിയില്ല. നമുക്കറിയുന്ന പാരാമീറ്റർ m1 u1 m2 u2 എന്നുള്ള പാരാമീറ്റേഴ്സുകളാണ് നമുക്ക് നോൺ ആയിട്ടുള്ളത്. v1 നമുക്ക് അൺനോൺ ആണ്, v2 നമുക്ക് അൺനോൺ ആണ്. അപ്പോൾ അതിൽ രണ്ട് അൺനോൺസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇക്വേഷൻ 5 ഉപയോഗിച്ച് അതിലുള്ള ഒരു അൺനോൺ v2 എന്നുള്ളത് v1 മൈനസ് v2 പ്ലസ് v1 ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷനിൽ v1 മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ. ഒരു അൺനോണിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. മാത്തമാറ്റിക്കലി ഇതിനെ വിളിക്കുക എലിമിനേഷൻ എന്നാണ്. എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ അൺനോൺ എത്രയെന്ന് സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഐഡിയ കേട്ടോ. v2 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വഴി ഈ ഇക്വേഷനിലുള്ള രണ്ട് അൺനോൺസിനെ ഒരു അൺനോൺ ആക്കി മാറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അൺനോൺ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ v2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് m1 ഇൻറ്റു u1 മൈനസ് v1 is equal to m2 into v2 എന്നുള്ളിടത്ത് u1 മൈനസ് u2 പ്ലസ് v1 മൈനസ് u2. അപ്പോൾ v2 എന്നുള്ളിടത്താണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പോൾ നോക്കുക, ഈ ഇക്വേഷനിൽ ഇപ്പോൾ v1 മാത്രമേ ഉള്ളൂ അൺനോൺ ആയിട്ട്, v2 ഇല്ല. അപ്പോൾ v1 ടേംസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് v1 ഇസ് ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. ദാറ്റ്സ് ഓൾ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു v1 ഉണ്ട്, ഇവിടെ ഒരു v1 ഉണ്ട്. ആ ടേമിന് ഒരുമിച്ച് കൊണ്ടുവരിക, റീഅറേഞ്ച് ചെയ്ത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരിക. എന്നിട്ട് v1 ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് v1ൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി v2 എങ്ങനെ കണ്ടുപിടിക്കും? v2 ഇസ് ഈക്വൽ u1 മൈനസ് u2 ഇൻറ്റു v1. ആ v1 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് v2 കിട്ടും. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഫോർ ദാറ്റ് നോക്കൂ, ഇവിടെ ഒരു u2 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് u2, ഇവിടെ മൈനസ് u2 മൈനസ് 2u2. സോ m1 ഇൻറ്റു u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു u1 മൈനസ് 2u2 പ്ലസ് v1. ഓക്കെ, മൈനസ് u2 ആഡ് ചെയ്തിട്ട് 2 മൈനസ് u2. ഇത് നിങ്ങൾ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് m1 u1 മൈനസ് m1 u1 മൈനസ് m1 v1 ഇസ് ഈക്വൽ ടു m2 u1 ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തത് മൈനസ് ഇത് ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ 2 m2 u2 പിന്നെ അടുത്ത ടേം പ്ലസ് m2 v1. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഐ ജസ്റ്റ് എക്സ്പാൻഡ് ദ ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റുകളൊക്കെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തു. ഇനി അടുത്തത് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ m1 v1 ഇവിടെ ഒരു ടേം ഉണ്ട്, m2 v2 ഇവിടെ ഒരു ടേം ഉണ്ട്. അതിനെ ഒരുമിച്ച് കൊണ്ടുവരിക. അവിടെയാണല്ലോ v1 ഉള്ളത്. അപ്പോൾ ബാക്കി ടേംസിനൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നോക്കൂ, m1 u1 ഇവിടെ ഉണ്ട്, ഞാൻ അതിനവിടെ നിർത്തുന്നു. m2 u2 അതിനപ്പുറത്ത് കൊണ്ടുവന്നാൽ മൈനസ് m2 u2. ഓക്കെ, സോറി m2 u2 അല്ല, m2 u1. 1 ഉം 2 ഒന്നും മാറരുത് കേട്ടോ. m2 u1 ആണ് കിട്ടുന്നത്. സോ മൈനസ് m1 u1 ഇവിടെ ഉണ്ട്, m2 u2 അപ്പുറത്തുണ്ടെന്നാൽ മൈനസ് m2 u2. ഇനി ഈ ടേമിനും കൂടി കൊണ്ടുവരണ്ടേ? അപ്പോൾ പ്ലസ് 2m2 u2 ഇസ് ഈക്വൽ ടു 2m2 u2 അതും കൂടെ വന്നു. പിന്നെ ഇവിടെ m2 u1 ഇവിടെ ഉണ്ട്, m2 v1 അല്ല m2 v1 അതിവിടെ ഉണ്ട്. ഇവിടെയുള്ള m1 v1നെ അങ്ങോട്ട് കൊണ്ടുപോവുക, പ്ലസ് m1 v1. അപ്പോൾ കണ്ടോ, v1 ടേംസുകൾ ഒരുമിച്ച് കൊണ്ടുവന്നത്. ഇവിടെ ഒരു m1 v1 ഉണ്ടായിരുന്നു, അതിനിപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ m1 v1 പ്ലസ് m2 u2. ഇവിടെ m1 u1 ഉണ്ട്, അവിടെ നിർത്തി.
ഇവിടെയുള്ള M2U1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 2M2U2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് ഇവിടെ U1 കോമൺ ആയിട്ടുണ്ട് അല്ലേ, ഇവിടെ U1 കോമൺ ആയിട്ടുണ്ട്, അങ്ങനെ പുറത്തേക്ക് കോമൺ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നോക്കൂ, ഇത് ചെയ്താലും മതി. ഇവിടെ V1 കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ ഞാനതാണ് ആദ്യം എഴുതുന്നത്. V1 കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? V1 ഇൻറ്റു M1 പ്ലസ് M2 അല്ലേ, M1 പ്ലസ് M2. V1 കോമൺ ആയിട്ട് എടുത്താൽ V1 ഇൻറ്റു M1 പ്ലസ് M2 എന്ന് കിട്ടി. ഇനി ഈ ടേംസ് നോക്കുക. ഈ ടേംസിൽ നോക്കുമ്പോൾ M1U1 മൈനസ് M2U2 ഉണ്ടല്ലോ, അതിൽ U1 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ C ഈക്വൽ ടു M1 മൈനസ് M2 ഇൻറ്റു U1. M1 മൈനസ് M2 കോമൺ ഉണ്ട്, U1നെ പുറത്തേക്ക് കോമൺ ആയിട്ട് എടുത്ത് M1 മൈനസ് M2 ഇൻറ്റു U1 പ്ലസ് ദിസ് ടേം പ്ലസ് 2M2U2 ആ ടേം കിട്ടി. അപ്പോൾ V1 ഇൻറ്റു M1 പ്ലസ് M2 is equal to M1 മൈനസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 ഇൻറ്റു U2 കിട്ടി. സോ V1 is equal to ത്രൂഔട്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഈ സാധനം കൊണ്ട് ഇവിടെയും ഡിവിഷൻ കൊടുക്കുക, ഇവിടെയും ഡിവിഷൻ കൊടുക്കുക, രണ്ട് ടേമിന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 ഡിവൈഡഡ് ബൈ M1 plus M2 into U2. So this is the expression for V1. V1 എന്നുള്ളതിൻ്റെ എക്സ്പ്രഷനാണ് നമുക്കിവിടെ കിട്ടിയത്. So V1 is equal to M1 minus M2 divided by M1 plus M2 into U1 plus 2M2 divided by M1 plus M2 into U2 എന്ന് നമുക്ക് കിട്ടുന്നു. So this is V1. അപ്പോൾ ഇങ്ങനെയാണ് മെത്തേഡ് ചെയ്തത് കേട്ടോ. എന്താ അവിടെ ചെയ്തെന്നുള്ളത് മനസ്സിലാക്കുക. ഫ്രം ഇക്വേഷൻ 5 നമ്മൾ V2 is equal to U1 minus U2 plus V1 എന്ന് എഴുതുന്നു. അത് നമ്മൾ ഇവിടെ V2 എന്നുള്ള ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ M2 ഇൻറ്റു ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റൊക്കെ എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് V1 ടേംസുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമം നടത്തി. V1 ടേംസുകൾ ഒരുമിച്ച് കൊണ്ടുവന്നു, ബാക്കിയുള്ള ടേംസിനൊക്കെ ഈ സൈഡിലേക്ക് മാറ്റി. V1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, അവിടെയും നമ്മൾ കോമൺ ആയിട്ടുള്ള U1നെ പുറത്തേക്ക് എടുത്തു. ദെൻ V1 is equal to എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ V1 കിട്ടി. ഇനി V2 കണ്ടുപിടിക്കാൻ ഈ V1നെ ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. V1 ഇവിടെ ഒരു V1 ഇല്ലേ, ഇവിടെ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്താൽ മതി. വേണമെങ്കിൽ ചെയ്യാം. V2 is equal to U1 മൈനസ് U2 പ്ലസ് V1 എന്നാണ്. V1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അതായത് M1 മൈനസ് M2 divided by M1 plus M2 into U1 plus 2M2 divided by M1 plus M2 into U2. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ ഫസ്റ്റ് ടേം നോക്കൂ, ഈ ടേം നോക്കൂ, രണ്ടിലും U1 ഉണ്ട് അല്ലേ, ഈ ടേമിലുണ്ട്, ഈ ടേമിലുണ്ട്, രണ്ടിലും U1. വേണമെങ്കിൽ ഞാനത് ഒരുമിച്ച് എഴുതാം. U1 പ്ലസ് M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U1. ഈ രണ്ട് ടേംസിന് ഒരുമിച്ച് എഴുതി. പ്ലസ് നോക്കൂ, ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്, രണ്ടിൽ U2 ഉണ്ട്, അത് ഒരുമിച്ച് എഴുതുക. 2M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 മൈനസ് U2. ഇപ്പോൾ U1 ടേംസുകൾ ഒരുമിച്ച് എഴുതി, U2 ടേംസുകൾ ഒരുമിച്ച് എഴുതി. U1 U2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 പ്ലസ് M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഹോൾ ഇൻറ്റു U1 അല്ലേ. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് U1നെ പുറത്തേക്ക് എടുത്തു. പ്ലസ് 2M2 divided by M1 plus M2 minus 1 U2. അപ്പം നമ്മൾ ഫസ്റ്റ് ടേമിൽ നിന്ന്
u1 കോമൺ ആയിട്ട് പുറത്തെടുത്തു. സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ u2 പുറത്തെടുത്തു. ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കുക, അറിയാമല്ലോ. ഇവിടെ ഡിവൈഡഡ് ബൈ 1 ആയതുകൊണ്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ഡു ഇറ്റ്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ ടേംസിനൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ 1 × 1 + m1 + m2 പ്ലസ് m1 - m2 ഡിവൈഡഡ് ബൈ m1 + m2 ചെയ്യുക. അപ്പോൾ അതിൽ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറേ ടേംസുകൾ വെട്ടാനുണ്ടാവും. ഇവിടെ ഇതുപോലെ തന്നെ 2m2 പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2m2 × m1 + m2 × 1 അത് കാണാമല്ലോ. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലും കുറച്ച് ഓപ്പറേഷൻസ് നടത്താനുണ്ടാവും. അതുപോലെ കോമൺ ടേംസുകൾ വെട്ടിക്കളയാനുണ്ടാവും. എന്നിട്ട് ചെയ്യാൻ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് ഇതുപോലെ നമുക്ക് ഫൈനലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഡു ഇറ്റ് ആസ് എൻ എക്സസൈസ്. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലല്ല ഇത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക കേട്ടോ. കാരണം നിങ്ങൾക്കും കുറച്ച് പണി വേണമല്ലോ. അപ്പോൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ഈ ബ്രാക്കറ്റും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. ചെയ്യണം. കാരണം അങ്ങനെയാണ് ഈ മാത്തമാറ്റിക്കൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ഒന്നും വലിയ ഗഗനമായ ഗണിതക്രിയകളൊന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക, കോമൺ ഉള്ള ടേംസുകൾ വെട്ടുക തുടങ്ങിയ സിമ്പിൾ മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ അത് പേടിയാണ് നിങ്ങൾക്ക് പലർക്കും ചെയ്യാൻ. അത് ഒരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല. ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാണ്. ശീലമാക്കുക എന്ന് മാത്രമാണ് ഇതിൽ പരിഹാരമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് ചെയ്ത് നോക്കുക. ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തന്നല്ലോ, v1 = എന്ന് ഞാൻ ഡിറൈവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അതുപോലെ v2 ചെയ്യാനാണ്. അപ്പോൾ v2 ചെയ്യാൻ ഈ v2 = u1 - u2 + v1 എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ വേണ്ട മാത്തമാറ്റിക്കൽ അനാലിസിസുകൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എക്സ്പ്രഷൻ ഫോർ v1 ആൻഡ് v2 ഇൻ ടേംസ് ഓഫ് m1 m2 u1 u2. കണ്ടോ, m1 m2 u1 u2 എന്ന് പറയുന്ന നോൺ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ നമുക്ക് v1 ആൻഡ് v2 എന്നുള്ളതിനുള്ള എക്സ്പ്രഷൻസ് എഴുതാനായിട്ട് സാധിക്കും. ദിസ് ഇസ് ഐഡിയ. ഓക്കെ, സോ ഡു ഇറ്റ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ v2 എന്നുള്ള വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. v2 = 2m1 ഡിവൈഡഡ് ബൈ m1 + m2 × u1 plus m1 - m2 divided by m1 + m2 × u2. You will get these two equations for v1 and v2. v1 എന്നുള്ളതിന് ഇതും v2 എന്നുള്ളതിന് ഇതുമായിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. രണ്ട് ഇക്വേഷനും m1ൻ്റെയും m2ൻ്റെയും v1ൻ്റെയും v2ൻ്റെയും u1ൻ്റെയും u2ൻ്റെയും ടേംസിലാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ പല സ്പെഷ്യൽ കേസുകൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. സപ്പോസ് ദാറ്റ് രണ്ട് മാസ്സുള്ള ഒബ്ജക്റ്റുകളും സെയിം മാസ്സാണെന്ന് കരുതുക. അതായത് m1 = m2 = say m മാസ്സാണ്, രണ്ടിനും ഒരേ മാസ്സാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ v1 v2 ചെയ്ത് നോക്കൂ. രണ്ടിനും ഒരേ മാസ്സാണെങ്കിൽ എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം. രണ്ട് ഒബ്ജക്റ്റിന് ഒരേ മാസ്സാണെങ്കിൽ v1 ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എഴുതാം m1 - m2 എന്നുള്ളതിന് പകരം m - m ഡിവൈഡഡ് ബൈ m + m ഇൻറ്റു u1 പ്ലസ് 2m ഡിവൈഡഡ് ബൈ m + m എന്ന് കിട്ടും ഇൻറ്റു u2. ഓക്കെ, സോ v1 = m1 - m ഡിവൈഡഡ് ബൈ m + m ഇൻറ്റു u1 പ്ലസ് 2m ഡിവൈഡഡ് ബൈ m + m ഇൻറ്റു u2 എന്നാണ് കിട്ടുക. നമുക്ക് m1 - m 0 ആയിപ്പോയി. സോ ഫസ്റ്റ് ടേം 0, 2m ഡിവൈഡഡ് ബൈ m + m 2m. സോ 2m ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് u2 എന്നാണ് കിട്ടുക. സോ v1 = u2 എന്ന് കിട്ടുന്നു, രണ്ട് മാസം സെയിം ആണെങ്കിൽ. ദെൻ v2 = എന്തായിരിക്കും? v2 ഇതാണല്ലോ v2. സോ 2m ഡിവൈഡഡ് ബൈ m + m ഇൻറ്റു u1 പ്ലസ് m1 - m2 m - m ഡിവൈഡഡ് ബൈ m + m ഇൻറ്റു u2 എന്നാണ് വരിക. ആസ് ഐ ടോൾഡ്, ഈ ടേം 0 ആയി പോകും. കാരണം m - m 0 ആയി പോകും. ഈ ടേം എങ്ങനെ വരും? 2m/2m എന്നാണ് വരിക ഇൻറ്റു u1. സോ ദിസ് ഇസ് ഈക്വൽ ടു u1 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ m1 = m2 എന്ന് പറയുന്ന കണ്ടീഷൻ ഈ ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഫസ്റ്റ് വെലോസിറ്റിക്കും സെക്കൻഡ് വെലോസിറ്റിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? v1 = u2 എന്നാണ് കിട്ടുന്നത്, v2 = u1 എന്നാണ് കിട്ടുന്നത്. വാട്ട് ഈസ് ദിസ്? v1
ഫസ്റ്റ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു u2. വാട്ട് ഈസ് u2? സെക്കൻഡ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഫസ്റ്റ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി, അതായത് ഈ സാധനം ഇദ്ദേഹം എന്ന് പറയുന്നത് സെക്കൻഡ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. അതായത് സെക്കൻഡ് ബോഡി ഏത് വെലോസിറ്റിയിലാണോ വന്നത് ആ വെലോസിറ്റിയിലായിരിക്കും ഫസ്റ്റ് ബോഡി പിന്നെ പോകുന്നത്, കൊളിഷന് ശേഷം പോകുന്നത്. അതുപോലെ v2 ഇസ് ഈക്വൽ ടു u1 എന്നാണ് കിട്ടിയത്. സെക്കൻഡ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഫസ്റ്റ് ബോഡി ഏത് വെലോസിറ്റിയിലാണോ വന്നത് അതേ സ്പീഡിലായിരിക്കും സെക്കൻഡ് ബോഡി പോകുന്നത്. സോ ദേ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ബോഡിക്കും ഒരേ മാസ് ആണ് ഉള്ളതെങ്കിൽ ദേ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. അതിൻ്റെ വെലോസിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ട് ബോഡീസിൻ്റെയും മാസസ് ഈക്വൽ ആയാൽ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി സെക്കൻഡ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും. സെക്കൻഡ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും. ദേ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് ദ സെക്കൻഡ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, ഫസ്റ്റത്തെ ബോഡി വന്നിട്ടാണ് ഇടിക്കുന്നത്. സോ ഫസ്റ്റ് ബോഡി വന്നിട്ട് സെക്കൻഡ് ബോഡിയെ ഇടിക്കുന്നു, സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്. അത് കാണിക്കാൻ u2 ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. u2 ഈക്വൽ ടു 0 ആണെങ്കിൽ നോക്കൂ v1 എന്തായിരിക്കും കിട്ടുക? സോ v1 ഇസ് ഈക്വൽ ടു u2 0 ആണെന്നുണ്ടെങ്കിൽ v1 ഇസ് ഈക്വൽ ടു ഈ ടേം 0 ആയി പോവും. u2 0 ആണ്, സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്. സോ ഈ ടേം 0 ആയി പോവും. ഈ ടേം മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് കാണാം ഇൻറ്റു u1. ഇതായിരിക്കും ഫസ്റ്റ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി v1. ഇനി ഫസ്റ്റ് ബോഡിയുടെ സെക്കൻഡ് വെലോസിറ്റി എന്തായിരിക്കും? v2. ഇതാ ഈ ഇക്വേഷനിൽ u2 0 എന്ന് കൊടുക്കുക. u2 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം എക്സിസ്റ്റ് ചെയ്യും. 2m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2 എന്ന് കിട്ടും. u1 എന്ന് കിട്ടും. ഇതായിരിക്കും സെക്കൻഡ് ബോഡി റെസ്റ്റിലാണെങ്കിൽ സംഭവിക്കുന്നത്. സോ സെക്കൻഡ് ബോഡി റെസ്റ്റിൽ നിൽക്കുന്നു, ഫസ്റ്റ് ബോഡി വന്നിട്ട് സെക്കൻഡ് ബോഡിയെ വന്ന് ഇടിക്കുന്നു. ഇൻ സച്ച് സിറ്റുവേഷൻ സെക്കൻഡ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റിയും ഫസ്റ്റ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റിയും ഇതായിരിക്കും. ഇനി ഒരേ മാസും കൂടെ ആണെങ്കിലോ, അതായത് സെക്കൻഡ് ബോഡി റെസ്റ്റിൽ നിൽക്കുന്നു വിത്ത് സെയിം മാസ്, രണ്ടു പേർക്കും സെയിം മാസ് m1 is equal to m2 എന്നും കൂടെ വന്നാൽ എന്താവും സംഭവിക്കുക? then v1 is equal to എന്തായിട്ട് മാറും? v1 എന്നുള്ളത് രണ്ട് മാസം സെയിം ആയ ഇത് 0 ആയി പോയി. സോ v1 is equal to 0 എന്ന് കിട്ടും. v2 is equal to v2. ഇതാണ് സെക്കൻഡ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി. അതെങ്ങനെ വരും? 2m ഡിവൈഡഡ് ബൈ m പ്ലസ് m ഇൻറ്റു u1. അറിയാലോ 2m ഡിവൈഡഡ് ബൈ m പ്ലസ് m 2m ആയി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു u1 എന്ന് കിട്ടും. അതായത് സെക്കൻഡ് ബോഡി റെസ്റ്റിൽ നിൽക്കുന്നു, അതായത് ഇദ്ദേഹം റെസ്റ്റിലാണ്, ഇദ്ദേഹം വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇടിക്കുന്നു. റെസ്റ്റിലാണ് എന്ന് മാത്രമല്ല രണ്ടു പേർക്കും ഒരേ മാസുമാണ് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ബോഡി ആഫ്റ്റർ ദ കൊളിഷൻ 0 റെസ്റ്റിൽ നിൽക്കുന്നു, സെക്കൻഡ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വൽ ആവുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ബോഡിയാണിത്, അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ് v2. അത് ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. വാട്ട് ഇറ്റ് ഫിസിക്കലി മീൻസ്? ഫിസിക്കലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ബോഡി വരുന്നു, സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, ഇടിക്കുന്നു, ഇടിച്ചതിന് ശേഷം സെക്കൻഡ് ബോഡി മുന്നോട്ട് നീങ്ങുന്നു, ഫസ്റ്റ് ബോഡി ആ പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഫസ്റ്റിലെ ബോഡി ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വരുന്നു, ഇതിനെ ടച്ച് ചെയ്യുന്നു, എന്നിട്ട് ഫസ്റ്റ് ബോഡി അവിടെ നിൽക്കുന്നു, 10 മീറ്റർ പെർ സെക്കൻഡിൽ ഇദ്ദേഹം പോകുന്നു. ഇതായിരിക്കും സംഭവിക്കുക. ആൻഡ് ദാറ്റ് യു ക്യാൻ സീ ഇൻ ദിസ് ഇക്വേഷൻ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് ആയിട്ട് പറയാനുള്ളത് ഇൻ ദ ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ വൺ ഡയമെൻഷൻ കേസിൽ ഇതാണ് ഇതിൻ്റെ ഇനീഷ്യൽ കേസസ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അടുത്ത ഐഡിയ, ഈ ഒരു കൊളീഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക പാരാമീറ്ററാണ്. ദിസ് ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. കോഎഫിഷ്യന്റ് ഓഫ്
റെസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനൊരു പാരാമീറ്ററാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. സോ ദിസ് ഇസ് ഡിഫൈൻഡ് ആസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. Relative velocity of separation divided by relative velocity of approach. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ റേഷ്യോ ഓഫ് relative velocity of separation to relative velocity of approach. Ratio of relative velocity of separation to relative velocity of approach എന്ന് പറയുന്നതിനെയാണ് coefficient of restitution എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ E is equal to relative velocity of separation. അതിനെ നമ്മൾ എങ്ങനെ എഴുതിയത്? v2 minus v1. ഇതാണ് relative velocity of separation. What is the relative velocity of approach? That is u1 minus u2. So v2 minus v1 divided by u1 minus u2 എന്ന് പറയുന്ന ഈ റേഷ്യോ, ഇതിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 3 സന്ദർഭങ്ങളിലായിട്ട് പറയാൻ പറ്റും. ഒന്ന്, ഇലാസ്റ്റിക് കൊളിഷൻ. ഫോർ ഇലാസ്റ്റിക് കൊളിഷൻ, all of you know that relative velocity of separation is equal to relative velocity of approach. ശരിയല്ലേ? രണ്ടും ന്യൂമറിക്കലി ഈക്വൽ ആണ്. നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഒരു ഇലാസ്റ്റിക് കൊളിഷൻ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് കൊളിഷനാണ് 1 dimension കൊളിഷൻ. അപ്പോൾ അങ്ങനെ ഒരു 1 dimension കൊളിഷൻ നമ്മൾ പഠിക്കുമ്പോൾ we proved that the elastic relative velocity of approach is equal to relative velocity of separation. അപ്പോൾ അതുകൊണ്ട് ഇത് ന്യൂമറിക്കലി എന്തായിട്ട് വരും? ഈക്വലായി വന്നു കഴിഞ്ഞാൽ the coefficient of restitution in such case is 1. ഇതിനെ വിളിക്കുന്ന പേര് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ എന്നാണ്. അപ്പം ആ ഒരു ടേമിലാണ് ഇത് അറിയപ്പെടുക. ദിസ് ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. സോ ഇൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇസ് 1. അതിൻ്റെ അർത്ഥം റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ചും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷനും ഈക്വൽ ആണ്. ഇനി അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഏത് റിലേറ്റീവ് വെലോസിറ്റിയിലാണോ ഒരു കൊളിഷന് മുമ്പ് അപ്രോച്ച് ചെയ്യുന്നത്, അതേ റിലേറ്റീവ് വെലോസിറ്റിയിലായിരിക്കും കൊളിഷന് ശേഷം ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ റിലേറ്റീവ് ഇവർ അപ്രോച്ച് ചെയ്യാൻ വരുന്ന വെലോസിറ്റിയും കൊളിഷന് ശേഷം സെപ്പറേറ്റഡ് ആവുന്ന വെലോസിറ്റിയും ന്യൂമറിക്കലി ഈക്വൽ ആണ് എന്നുള്ളതാണ് ഈ ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ഐഡിയ. ഓക്കെ ആണോ? ഇനി രണ്ടാമത്, ഫോർ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇങ്ങനെ കണ്ടീഷൻ ഉണ്ട്. For perfectly inelastic collision. Inelastic collision the extreme end, the perfect inelastic collision. In such case, the relative velocity of coefficient of restitution is 0. Coefficient of restitution എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ എന്താവും 0 ആയിട്ടുണ്ടാവുക? The numerator 0 ആയിട്ടുണ്ടാവും. What is numerator? Relative velocity of separation എന്ന് പറയുന്നത് 0 ആയിട്ടുണ്ടാവും. അതാണ് ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. സോ ഇൻ എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഇസ് 0. അപ്പോഴാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0 ആവുന്നത്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0 മീൻസ് v2 minus v1 is equal to 0. So that is v2 is equal to v1 എന്ന് കാണാൻ പറ്റും. അതായത് കൊളിഷന് ശേഷം ഈ രണ്ട് ഒബ്ജക്റ്റുകളും m1 m2 എന്ന് പറയുന്ന രണ്ട് മാസുകളും ഒരേ സ്പീഡിൽ സഞ്ചരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴല്ലേ റിലേറ്റീവ് വെലോസിറ്റി 0 ആവുക. അങ്ങനെയുള്ള കൊളിഷൻസ് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ, ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കൊളിഷന് ശേഷം ഈ രണ്ട് വസ്തുക്കളും m1 m2 എന്ന് പറയുന്ന രണ്ട് വസ്തുക്കളും ഒരേ വേഗതയിൽ സഞ്ചരിക്കുക. v1 is equal to v2. അപ്പോൾ അവർ തമ്മിൽ റിലേറ്റീവ് വെലോസിറ്റി ഇല്ല. അപ്പോഴാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0 ആവുന്നത്. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. ഐഡിയ മനസ്സിലായോ?
കൊളിഷന് ശേഷം രണ്ടും ഒരേ സ്പീഡിൽ സഞ്ചരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വുഡൻ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക. വുഡൻ ബ്ലോക്ക് ഞാനതിലേക്ക് ഫയർ ചെയ്യാണ്, ഒരു വെടി ഉയർത്തുന്നു. ഫയർ ചെയ്യുന്ന സമയത്ത് ആ വെടിയുണ്ട ഈ വുഡൻ ബ്ലോക്കിലേക്ക് വന്ന് ഇടിക്കുന്നു. എന്നിട്ട് ഈ വെടിയുണ്ടയും ഈ വുഡൻ ബ്ലോക്കും കൂടെ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. ഇപ്പോൾ വെടിയുണ്ട റെസ്റ്റിലാണ്. വുഡൻ ബ്ലോക്ക്, ഒരു മരക്കട്ട, അത് റെസ്റ്റിലാണ്. വെടിവെക്കുന്നു, അപ്പം ബുള്ളറ്റ് പുറത്തു വരുന്നു, ഇതിൽ തുളച്ച് കയറുന്നു. എന്നിട്ട് തുളച്ചതിന് ശേഷം ഈ വെടിയുണ്ടയും ഈ മരക്കഷ്ണവും വുഡൻ ബോക്സും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. അപ്പോൾ നോക്കൂ, കൊളിഷന് ശേഷം ഈ രണ്ട് വസ്തുക്കളും, ഒന്ന് വെടിയുണ്ട, മറ്റൊന്ന് ഈ വുഡൻ ബോക്സ്, രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. Therefore, അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. സച്ച് കേസസ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പെർഫെക്റ്റ്ലി ഇനലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ, നിങ്ങളൊരു മഡ് ബോൾ എടുക്കുക, ഒരു ചളിയുടെ മഡിൻ്റെ ഒരു കളിമണ്ണിൻ്റെ എന്തെങ്കിലും ഒരു ഉണ്ട എടുത്തതിന് ശേഷം നിങ്ങളൊരു വോളിൽ എറിയുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അറിയാം, ആ വോളാണ് ഒന്നാമത്തെ ബോഡി, ഈ മഡ് ബോളാണ്, എറിയുന്ന മഡ് ബോളാണ്. വോൾ ആണ് രണ്ടാമത്തെ ബോഡി. അപ്പോൾ ഈ മഡ് ബോൾ ചെന്നിട്ട് ഈ വോളിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യും, സ്റ്റിക്കായിട്ട് നിൽക്കും അല്ലേ? എറിഞ്ഞു കഴിഞ്ഞാൽ ആ മഡ് ബോൾ ആ വോളിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും, സ്റ്റിക്കായിട്ട് നിൽക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോൾ അതിൻ്റെ മുകളിൽ എറിഞ്ഞപ്പോൾ അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ, കൊളിഷന് ശേഷം വോൾ റെസ്റ്റിലാണ്, ഈ മഡ് ബോൾ എന്ന് പറയുന്നതും റെസ്റ്റിലാണ് അല്ലേ? രണ്ടും അവിടെ ഒട്ടിപ്പിടിച്ച് നിന്നു. സോ ആഫ്റ്റർ ദ കൊളിഷൻ രണ്ട് വസ്തുക്കളും, ഈ ബോളും ആ വോളും ആ ചുമരും റെസ്റ്റിൽ തന്നെ തുടർന്നു. അപ്പോഴും റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. രണ്ടിൻ്റെയും വെലോസിറ്റി 0 ആയിപ്പോയി, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഇല്ല. അപ്പോഴും നമുക്ക് പെർഫെക്റ്റ്ലി ഇനലാസ്റ്റിക് കൊളിഷൻ കാണാനായിട്ട് സാധിക്കും. സോ പെർഫെക്റ്റ്ലി ഇനലാസ്റ്റിക് കൊളിഷൻ കിട്ടുന്ന രണ്ട് സന്ദർഭങ്ങളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് പറയാൻ പറ്റും പെർഫെക്റ്റ്ലി ഇനലാസ്റ്റിക് കൊളിഷൻ നടക്കുന്ന ഒരു ഇത്തരം സന്ദർഭങ്ങൾ നോക്കുക. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, സാധാരണ നോർമൽ കൊളിഷൻസുകളിൽ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ <1 ആൻഡ് <0 ആയിരിക്കും. ഇത് രണ്ട് എക്സ്ട്രീം എൻഡുകളാണ്. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷനാണ് നടക്കുന്നതെങ്കിൽ ഇതായിരിക്കും വരുന്നത് E=1. ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനാണ് നടക്കുന്നതെങ്കിൽ E=0 ആയിരിക്കും. എന്നാൽ സാധാരണ നോർമൽ കൊളീഷൻസിൽ ഇതിൻ്റെ വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആയിരിക്കും. 0 ൻ്റെയും 1ൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഈ ഒരു പോർഷനും കൂടെ പഠിക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം. ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇവർ തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി അതെങ്ങനെ എഴുതാം? E=V2 - V1 / U1 - U2 എന്നുള്ളതാണ്. 3 കേസസ് പഠിക്കുക. ഒന്ന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷനിൽ ഈ ഇയുടെ വാല്യൂ 1 ആയിരിക്കും. ബിക്കോസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഇസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇനി ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ നടക്കുകയാണെങ്കിൽ E=0 ആയിരിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം കൊളിഷന് മുമ്പും കൊളിഷന് ശേഷവുമുള്ള വെലോസിറ്റീസ് സെയിം ആയിട്ട് വരിക. അപ്പോൾ അവർ തമ്മിൽ റിലേറ്റീവ് വെലോസിറ്റീസ് ഇല്ല. അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ നടക്കുന്നത്. എക്സാമ്പിൾസ് പറഞ്ഞു തന്നു. ഇനി ബാക്കിയുള്ള എല്ലാ നോർമൽ കൊളീഷൻസുകളും, ഇപ്പോൾ കാറ് ബൈക്കുമായി കൂട്ടിയിടിക്കുന്നതോ, ബോൾ വന്നിട്ട് ഫ്ലോറിൽ ഇടിക്കുന്നതോ, ക്രിക്കറ്റ് ബോളിൻ്റെ മുകളിൽ ബാറ്റിൻ്റെ മുകളിൽ ബോൾ വന്ന് ഹിറ്റ് ചെയ്യുന്നതോ, എല്ലാ സിറ്റുവേഷൻസുകളും റിയൽ കൊളീഷൻസ് ആണ്. ഇൻ റിയൽ കേസ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇസ് ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് 0. 1ൻ്റെയും 0ൻ്റെയും ഇടയിലായിരിക്കും ഇതിൻ്റെ വാല്യൂ വരുന്നത്, ന്യൂമറിക്കൽ വാല്യൂ വരുന്നത്. സോ ദിസ് ടേം ഇസ് ഇമ്പോർട്ടൻറ്റ്. 1 മാർക്കിനോ 2 മാർക്കിനോ ഇത് ചോദിക്കാവുന്നതാണ്. ദ ഐഡിയ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ.